നിങ്ങൾക്ക് ചികിത്സ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാം. എനിക്ക് നിർബന്ധമില്ല. ഈ കാലം വെച്ചിട്ട് ഞാൻ അല്ലാഹുവിലേക്ക് ഇബാദത്ത് തന്നെ ചെയ്യുമെന്ന് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ തങ്ങൾ പറയുമ്പോൾ വീണ്ടും അബ്ദുല്ലാഹി ഇബ്നു സുബൈർ തങ്ങൾ പറയുന്നു, ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉറക്കെ ദിക്ർ ചൊല്ലിക്കൊണ്ടേയിരിക്കാം. നിങ്ങൾ എന്റെ ചികിത്സ തുടരണം. അവസാനം ഡോക്ടർമാർ പൂർണ്ണമായും കാല് മുറിച്ച് കളഞ്ഞതിനു ശേഷം തട്ടി വിളിക്കുന്നു അബ്ദുല്ലാഹി ഇബ്നു സുബൈർ തങ്ങളെ. ചാടി എഴുന്നേറ്റ് കൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ തങ്ങൾ ഡോക്ടർമാരോട് ദേഷ്യപ്പെടുകയാണ്, നിങ്ങൾ എന്തേ എന്റെ കാല് ചികിത്സ തുടങ്ങിയിട്ടില്ല? ഡോക്ടർമാർ അത്ഭുതപ്പെട്ടു പോയി, എന്തേ ഇയാൾക്കൊന്നും അറിയിട്ടേ ഇല്ല. കാരണം അബ്ദുല്ലാഹി ഇബ്നു സുബൈർ തങ്ങൾക്ക് ചുറ്റുവട്ടത്ത് നടന്നത് പോയാ സ്വന്തം കാല് മുറിച്ചു കളഞ്ഞതുപോലും അബ്ദുല്ലാഹി ഇബ്നു സുബൈർ തങ്ങൾ കളഞ്ഞിട്ടില്ല. വിശ്വാസികളെ, തീർന്നിട്ടില്ല. അവസാനമായി അബ്ദുല്ലാഹി ഇബ്നു സുബൈർ തങ്ങൾ ആ മുറിച്ചെടുക്കപ്പെട്ട താഴ്കാല് തന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞൊരു വാക്കുണ്ട്, രാത്രിയുടെ കൂരിരുട്ടിൽ എന്നെ പള്ളിയിലേക്ക് കൊണ്ടുപോയ കാലേ, അല്ലാഹുവിനറിയാം എന്നെ ഉപയോഗിച്ചിട്ടൊരിക്കലും ഞാൻ തെറ്റിലേക്ക് പോയിട്ടില്ല. മുറിച്ചെടുക്കപ്പെട്ട കാല് തന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് മഹാനവരികൾ പറയുന്ന വാക്കാണ്, രാത്രിയുടെ കൂരിരുട്ടിൽ എന്നെ പള്ളിയിലേക്ക് കൊണ്ടുപോയ കാലേ, അല്ലാഹുവിനറിയാം എന്നെ ഉപയോഗിച്ചിട്ടൊരിക്കലും ഞാൻ തെറ്റിലേക്ക് പോയിട്ടില്ല. ഹറാമായ പ്രവർത്തനങ്ങളിലേക്കൊന്നും ഞാൻ നീങ്ങിയിട്ടില്ല. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ തങ്ങൾ അത്രയും ധൈര്യത്തോടെ അത് പറയണമെങ്കിൽ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ തങ്ങളെ ജീവിച്ച ജീവിതം എങ്ങനെയാണ് ഹബീബായ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചിട്ടില്ലേ? വിശ്വാസികളെ, ഉമ്മയുടെ വയറ്റിൽ നിന്ന് പുറപ്പെട്ട സമയം മുതൽ ഒരു നവജാത